ചെതലുണ്ട്. ഉത്തരത്തിന്റെ ഈ ഭാഗം മുഴുവൻ പോക്കാ. അപ്പൊ മരം കുറച്ചെടുക്കേണ്ടി വരും. എടുക്ക നീ ഒന്ന് ഇറങ്ങി നോക്ക് പ്രേമ. ആ എന്താടാ? പേടിക്കണ്ട പേടിക്കണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്താടി ഇവിടെ? തുറക്ക്, വാതിൽ തുറക്കാൻ. നട്ടുച്ചയ്ക്ക് അവളുടെ ഒരു കുളി. അയ്യോ പെങ്ങളെ, അതിനൊന്നും ചെയ്യല്ലേ. ഞാൻ അറിയാതെ ചെതല് തട്ടിയപ്പോ ഇത് വിളിക്കണതാ. നിക്കാൻ പറഞ്ഞ പണി ചെയ്യില്ല. സുന്ദരിക്കോതെ അവൻ പോവല്ലേ? നിക്കാൻ അവിടെ. ഒരു സാധു പെണ്ണാ മാഷേ, അത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടാണെന്നെങ്കിലും ഓർക്കണ്ടേ, പിടിച്ചു വലിച്ചിട്ട് തല്ലുക കണ്ടിട്ട് ഞാൻ ആകെ വല്ലാതായിപ്പോയി. അവര് തല്ലും, വേണ്ടി വന്നാ കൊല്ലും. ആരെങ്കിലും ചോദിക്കാൻ വരുമോ? പണ്ട് റോയിച്ചൻ സേലത്ത് ബ്രാൻഡിക്കട നടത്തിയിരുന്നപ്പോ വീട്ടു ജോലിക്കാണെന്നും പറഞ്ഞ് ഏതോ ഒരു തമിഴെത്തി കൊണ്ടുകൊടുത്തതാ ഈ പീക്കിരി പെണ്ണിന്. അന്ന് അവൾക്ക് 8 or 10 വയസ്സുണ്ട്. അപ്പം മരിച്ച് ബിസിനസ് ഒക്കെ നിർത്തി റോയിച്ചൻ ഫാമിലിയോടെ ഇങ്ങോട്ട് പോന്നപ്പോ ഈ വിളിയും ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ സേലത്ത് ഈ കുട്ടിക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇവറ്റുകൾക്കൊക്കെ എന്ത് ബന്ധുക്കള്? അന്ന് പറഞ്ഞു കേട്ടത് റോയിച്ചൻ ഇതിനെ കാശ് കൊടുത്ത് വാങ്ങിച്ചതെന്ന്. അന്നൊക്കെ ബാലവേലയ്ക്കെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടൊന്ന് വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ചില ഏജന്റുമാരെ എനിക്കറിയാം. നിനക്ക് വേണം ഒരെണ്ണത്തിനെ? എനിക്കെന്തിനാ? അല്ല, വെറുതെ ഇരിക്കട്ടെന്നേ. മാഷക്ക് മിണ്ടാനും പറയാനും അരി വെക്കാനും മുറ്റമടിക്കാനും വീട്ടുവേലയ്ക്ക് ഒരാളുണ്ടെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? ഉള്ള അന്തസ്സൊക്കെ മതി. ഇനി മതി, സ്ഥലം വിട. ഒന്നും ആയിട്ടില്ലാന്ന്. നീ പോയി ഇത്തിരി അച്ചാറെടുത്തു. ഇതെന്താ കള്ള് ഷാപ്പോ? എനിക്ക് അല്ല, ഒരു ചെറുതും കൂടിയും. ചെറുതും വലുതും ഒക്കെ സ്വന്തം വീട്ടിൽ പോയിട്ട് മതി. സ്വന്തം വീട്ടിൽ കുടിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിടറാ മാഷേ. മതി പണിക്കട്ടാ, പോയി കിടന്ന് ഉറങ്ങ. എന്നാ ഞാൻ ഒരു പാട്ട് പാടേ. ഒന്നാം ദേവി തിരുദേവി നിനക്കിപ്പൂ തന്നേതാര്? എനിക്കാരും തന്നതല്ല, ഞാൻ ഓടിച്ചു ചൂടിയതല്ല. കെട്ടിച്ചോടി നിന്നെ വാഴിച്ചോടി നിന്നെ കുട്ടിക്ക് മോതിരം തന്നിട്ടില്ലേ? കെട്ടിച്ചോടി നിന്നെ വാഴിച്ചോടി നിന്നെ കുട്ടിക്ക് മോതിരം തന്നിട്ടില്ലേ? അതെ പ്രേമചന്ദ്ര, ഗേറ്റ് അടച്ചേക്കിട്ടാ. വല്ല കള്ളുടിയന്മാരും വന്ന് കയറും. സൈമൺ സാർ വന്നിട്ടുണ്ടോടി? പോലീസ് ഇപ്പൊ കിടക്കുന്നുണ്ടല്ലോ. മാർക്കറ്റിലേക്ക് വരുമ്പോ നിനക്ക് എന്റെ കടയിലേക്കൊക്കെ ഒന്ന് വന്നാലെന്താ? അല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാമല്ലോ. എന്ത് ചെയ്താലും പഴി പോലീസിന് എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ ഒക്കൂ? പിന്നല്ലയോ. എന്താടാ അവിടെ? അല്ല, CD തന്ന ലിസ്റ്റിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആൻസിമോൾ എവിടെയെന്ന് ചോദിക്കുമായിരുന്നു. ആൻസിയെ കൊണ്ടുപോവാ നോക്കട്ടെ. വ്യാജം വല്ലതും ആണോടാ? അയ്യോ, നമുക്ക് ആ ഏർപ്പാടൊന്നും ഇല്ലേ. $1 million ബേബി കിട്ടിയോ? തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മറ്റന്നാ തരാം. എന്താ ചേർത്തി? നിന്നെ ഇങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കണമെങ്കിൽ തൊണ്ട വിളിക്കണമല്ലോടി. ഇങ്ങോട്ട് വാ. ദേ, ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വരണം. അമ്മച്ചിക്ക് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല മോളെ. ഇവർ ഈ മുറിയിൽ പൂട്ടിയിടുമ്പോഴാ അമ്മച്ചിക്ക് പേടിയാവുന്നേ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കും. ഇവരുടെ വിചാരമേ എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തോണ്ടാണെന്നാ. ഇന്നാൾ ഇതുപോലെ പറയുന്നത് കേട്ടിട്ടേ റോയിച്ച മുറി പൂട്ടാൻ സമ്മതിച്ചില്ല. പിന്നിലെ മതില് ചാടി ആ പട്ടമാരുടെ അമ്പലക്കുളത്തിൽ പോയി നീരാട്ടായിരുന്നു. പിന്നെ എന്ത് പാടുപെട്ടിട്ടാണെന്നോ തിരിച്ചു കൊണ്ടുവന്നത്. അമ്മച്ചിയെ നമ്മളിവിടെ ഇങ്ങനെ ഇട്ടാ മതിയോ? എനിക്ക് തോന്നുന്നത് ദൂരെ ഏതെങ്കിലും ഒരു മെന്റൽ അസൈലത്തിൽ കുറച്ചു ദിവസം കൊണ്ടാക്കാന്നാ. എന്നിട്ട് വേണം അമ്മച്ചിക്ക് ഭ്രാന്താണെന്ന് ലോകര് മുഴുവനും അറിയാനായിട്ട്. ഇപ്പൊ ആൻസിമോൾക്ക് ചില ആലോചനകൾ വരുന്ന സമയാ. അവളെ കെട്ടിച്ചയച്ചിട്ട് അമ്മച്ചിയെ ഏത് ഭ്രാന്താശുപത്രിയിൽ വേണമെങ്കിലും ആക്ക്. ഇതിപ്പോ നമ്മൾ കുറച്ചു പേർക്കല്ലേ അറിയത്തുള്ളൂ. പള്ളി ചെല്ലുമ്പോ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അമ്മച്ചി ഈടായിട്ട് ആ വഴിക്കൊന്നും കാണാറില്ലല്ലോന്ന്. വല്ല മനസ്സിൽ വെച്ചിട്ടാണോന്ന് ആർക്കറിയാം. ഇന്നേ വരെ ഒരാൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ബീന കേറ്. അളിയന് മലപ്പുറത്തായിരുന്നു. ടൗൺ സർക്കിളായിട്ട് പ്രൊമോഷൻ വാങ്ങിച്ചു പോന്നു. നന്നായി. അപ്പൊ ടൗണിൽ ഇനി എന്ത് പോക്കിരിത്തരം വേണമെങ്കിലും കാണിക്കാലോ. ആളുണ്ടല്ലോ. ഇതൊക്കെ ഇന്നലെ വാങ്ങിയതാ. ഈ പഴയതിലും കുറച്ച് നല്ലതിരിപ്പുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. കോണി എവിടെ? കോണി അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ, എടുത്തോളൂ. ഓ, വൃന്ദാവനം നന്ദകുന്നും
കത്രീന ചേർത്തി എന്തൊക്കെയുണ്ട് അറിയോ? അറിയാതെ പിന്നെ. വൃന്ദാവനവും നന്ദകുമാരനും വ്യാപതു കൽബതും കൽബതല്ലോ ഏതോ മക്കള് ചായ കുടിച്ചോ? ആ ചായക്കുള്ള നേരെ ആവണല്ലേ ഉള്ളൂ ചേട്ടത്തി. അവിടെ പണി നടക്കണ്ടല്ലോ, അവിടെ കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ കുടിച്ചോളാം. അത് മര്യാദയാണോ? ഇവിടെ വന്നാ ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കണം. എന്നാ കുറച്ച് കഴിയട്ടെ. നമസ്കാരം. അപ്പൊ ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. ആ, കാപ്പിക്ക് മധുരടാലോ. ഇഷ്ടം പോലെ ഇട്ടോളൂ. ആ, കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. മണികണ്ഠൻ ചേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല, വേറെ ആളാണെന്ന് വിചാരിച്ചിട്ടാ. അസൂയ വേണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും. ഞാൻ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ. എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ സത്യത്തിൽ എന്റെ കണ്ണൊക്കെ നമുക്ക് പിന്നെ നിറയ്ക്കാം. പണി അയ്യോ. പിടി പിടി പിടി. എന്നാ പണിയായി കാണിക്കുന്നേ? അരി തിളച്ചു വരുന്നതേ ഉള്ളു. തിളച്ചത് തന്നെയാ വേണ്ടത്. ഞാൻ അങ്ങോട്ട് കേറി വരണോ പ്രേമ? ഇങ്ങോട്ടോ? വേണ്ട, പുറത്തുള്ള പഴയതില് നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തോ. ആ വൃന്ദാവനവും ചിന്ത ഭഗവാനെ ഇത്ര വേഗം ചായ ആയാ? ആയി, ഇന്നാ കുടിച്ചോ. പ്രേമ, ഈ തള്ളക്ക് വട്ടാടാ. ഓടിക്കോ. അടമോ. ഓടിക്കടാ. ചായ വേണമെന്ന് പറഞ്ഞത് എന്റെ ഈശ്വര. ഹേയ്, ഇത് ഇന്ന് എടുത്തു തരാൻ മണികണ്ഠൻ ചേട്ടാ. അതെ, ആരെങ്കിലും വന്ന പലകൊന്ന് എടുത്തു തന്നെ. എടി പെണ്ണേ, നിന്നതേ ആശാരി വിളിക്കുന്നു. അമ്മച്ചിയുടെ മുറി അടിച്ചു വരാൻ കൊച്ചമ്മ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് മതി, ചെല്ല്. ആ ദേ, ആ വീതി കൂടിയ പട്ടിക ഓരോന്നായിട്ടിങ്ങെടുത്തേ. ആ, ആ. പേരെന്താ? പേരില്ലേ? അതാ ചോദിച്ച എന്താ? കൺമണി. ഏ? കൺമണി. കൺമണിയും കൺമണി. சேலம் தானே ஊரு? கொஞ்சம் கொஞ்சம் தமிழெல்லாம் எனக்கும் தெரியும். അന്നെന്തിനാ അത്രയും ബഹളം വെച്ച്? അതുകൊണ്ടല്ലേ അടി കിട്ടിയത്. സത്യത്തില് നട്ടുച്ച വെയിലീത് ഞാൻ ഇറങ്ങിയോണ്ട് ഞാൻ ഒന്നും കണ്ടില്ല, ഒരു വസ്തുവും കണ്ടില്ല. ഞാൻ ഒന്നുമേ പാക്കലേ. കൺമണി,